ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ട്രേഡിംഗ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ട്രേഡിങ്ങിൻ്റെ റിസ്ക്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഇത് വായിച്ചു നോക്കാതെ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് എവിടെയായാലും ട്രേഡിങ്ങിലേക്കോ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഓൾറെഡി മായാവി ട്രേഡിംഗ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോപ്പി ട്രേഡിംഗ് ആണ്. അൽഗോ ട്രേഡിങ്ങിൽ കോപ്പി ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഫ്രീ ആയിട്ടുള്ള അൽഗോ ഉണ്ട് നമുക്ക് M60 എന്ന് പറഞ്ഞാൽ ആ അൽഗോ നമ്മൾ നമ്മുടെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്, മായാവി FX എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ഇവിടെ നിങ്ങൾ പിന്നീട് മെസ്സേജ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വീഡിയോ കാണാം. ഇത് നമ്മുടെ M18 എന്ന് പറയുന്ന അൽഗോൻ്റെ വീഡിയോ ആണ്. ഓക്കെ, ജസ്റ്റ് എഗെയിൻ നിങ്ങളൊന്ന് പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോപ്പി ട്രേഡിംഗ് XMൽ ഇവിടെ നോക്കി. ഇത് നിങ്ങൾ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് ഫ്രീ അൽഗോ M16 എങ്ങനെയാണ് കിട്ടണമെന്നുള്ള ഇവിടെ ഉണ്ട്. അതിനുശേഷം കോപ്പി ട്രേഡിംഗ് XMൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീഡിയോ കാണാൻ പറ്റും. XMൽ എങ്ങനെയാണ് നിങ്ങൾ കോപ്പി ട്രേഡിങ്ങിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാൻറ്റേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോപ്പി ട്രേഡിങ്ങിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ രണ്ട് വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന അൽഗോ നമ്മളത് മാറ്റിയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അൽഗോ നമ്മൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അൽഗോൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഈ വീഡിയോ ആണത്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീ അൽഗോ M60 എന്ന് പറഞ്ഞൊരു അൽഗോ നമ്മൾ എല്ലാ മെമ്പേഴ്സും നമ്മുടെ VIP ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈഫ് ടൈം അപ്ഡേറ്റിംഗ് ഉള്ള ഫ്രീ അൽഗോ ആണ്. ഓക്കെ, അതും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. ഓക്കെ, ഇനി ജസ്റ്റ് കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കോപ്പി ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് അൽഗോയിലും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ഇവിടെ XMലായാലും വാൻറ്റേജിലായാലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അക്കൗണ്ടാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അൽഗോയിൽ അല്ലെങ്കിൽ കോപ്പി ട്രേഡിങ്ങിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റാൻഡേർഡ് അക്കൗണ്ട് അല്ല, അൾട്രാ ലോ അക്കൗണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് അല്ല, അൾട്രാ ലോ അക്കൗണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആ അക്കൗണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏത് അക്കൗണ്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക? നിങ്ങൾ കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ പോവുക. എന്നിട്ട് എവിടെയാണ് ഡിസ്കവറിൽ പോവുക, അല്ലെങ്കിൽ കോപ്പിയറിൽ പോവുക, അല്ലെങ്കിൽ ഡിസ്കവറിൽ പോവുക. ഡിസ്കവറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ സ്ട്രാറ്റജിയിൽ പോവുക. ഇവിടെ നിങ്ങൾ ജസ്റ്റ് മായാവി എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ രണ്ടെണ്ണം കിട്ടും. ഒന്ന് മായാവി CT7 ഗോൾഡ്. ഓക്കെ, ഇതാണ് ഞാൻ M18 എന്ന് പറഞ്ഞ അൽഗോ വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. മായാവി TPSL അൽഗോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ TPSL എന്ന് വെച്ചാൽ ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്തിട്ട് വെച്ച് ഉപയോഗിക്കുന്നതാണ് ഏത് ഈ അൽഗോ. അങ്ങനെ ഈ രണ്ട് അൽഗോ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഏതെങ്കിലും ഒന്നിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാമെന്നുള്ളൂ. ഇത് ആക്റ്റീവ് ആവാൻ 2-3 ദിവസം എടുക്കും. ഓക്കെ, ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ അക്കൗണ്ട്സുകളുണ്ട്? ഓക്കെ, നമുക്ക് ഇപ്പോൾ ഒരു അക്കൗണ്ട്, ഇപ്പോൾ നമ്മൾ ഇവിടെ കോപ്പി ട്രേഡിങ്ങിൽ പോകുന്നു, നിങ്ങൾ ഇവിടെ കോപ്പിയറിൽ പോകുന്നു. ഇവിടുന്ന് നിങ്ങളൊരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ഡിസ്കവർ സ്ട്രാറ്റജി പോയിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങളൊരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതൊക്കെ എൻ്റെ വീഡിയോ ഇതെവിടെ ഉണ്ട്. ഓക്കെ, കോപ്പി ട്രേഡിംഗ് XM എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെ ഉണ്ട്, അല്ലെങ്കിൽ കോപ്പി ട്രേഡിംഗ് വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഓക്കെ, സെൻഡ് സ്റ്റാൻഡേർഡ് അക്കൗണ്ട്. ഇതാണ് നിങ്ങൾ ഏതിൽ സെലക്ട് ചെയ്യുക? വാൻറ്റേജിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സെൻഡ് സ്റ്റാൻഡേർഡ് അക്കൗണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതേ സെയിം തന്നെ നിങ്ങൾ XMലാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ XMൻ്റെ എടുത്തു. XMലാണെങ്കിൽ നിങ്ങൾ കോപ്പി ട്രേഡിങ്ങിൽ പോവുക. ഓക്കെ, കോപ്പി ട്രേഡിങ്ങിൽ പോയിട്ട് നമ്മൾ എവിടെയാണ്? ഓക്കെ, നിങ്ങൾ മറ്റേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട വീഡിയോ ഒക്കെ കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സ്ട്രാറ്റജീൻ്റെ അടുത്ത് പോവുക. ഇവിടെ ഈ സ്ട്രാറ്റജീൻ്റെ ഇവിടെ പോവുക. ഇവിടെ പോയിട്ട് മായാവി. ഓക്കെ, അത് പബ്ലിക് ആക്കിയിട്ടില്ല, ഒരു മിനിറ്റ്. ഓക്കെ,
നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം മായാവി. ഓക്കെ, നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നോക്കി നിങ്ങൾക്ക് മായാവി സിറ്റി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് വരും. മായാവി സിറ്റി ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് നമ്മൾ M18 ഉപയോഗിച്ചിട്ട് അൽഗോ ഉപയോഗിച്ചിട്ടാണ്. വേൾഡിലെ ഫാസ്റ്റസ്റ്റ് അൽഗോ ആണ്. M18 എന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് മായാവി CT7 എന്ന് പറയുന്ന ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി മായാവി TPSL അൽഗോ ഇതെന്ന് പറയുന്നത് എന്താ പറയുക, TPSL ബേസ്ഡ്, അതിൻ്റെ ഞാൻ പറഞ്ഞുതരാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ 2 അൽഗോ ആണ്, അല്ലെങ്കിൽ 2 കോപ്പി ട്രേഡിംഗ് ഇതാണ് നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് നിങ്ങൾക്ക് 2 പേർക്ക് രണ്ടെണ്ണത്തിലും ചേരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നിൽ ചേരാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇനി ഈ കോപ്പി ട്രേഡിങ്ങിൽ ഇവിടെ നോക്കിക്കോ, കോപ്പി ട്രേഡിംഗ് എക്സാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അൽഗോ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരും. ഓക്കെ, അതേപോലെ കോപ്പി ട്രേഡിംഗ് വാൻറ്റേജ് ഇതെങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നിട്ട് ഇവിടെ സെർച്ചിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മായാവി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് മൺഡേ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഇത് കാണാൻ വഴിയില്ല. മൺഡേ ആയിരിക്കും നിങ്ങൾക്ക് ഇത് പബ്ലിഷായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഓൾറെഡി എക്സാമിൽ ഇൻവെസ്റ്റർ അക്കൗണ്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം. ഇല്ല, ഇൻവെസ്റ്റർ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇൻവെസ്റ്റർ അക്കൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഇവിടെ വരും. അവിടെ വരുമ്പോൾ നിങ്ങൾ സെൻഡ് അക്കൗണ്ട് അൾട്രാ ലോ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും MT5 സെലക്ട് ചെയ്യണം. ഓക്കെ, ഇത് ഓൾറെഡി ആ വീഡിയോയിലുണ്ട് കേട്ടോ, നേരത്തെ പറഞ്ഞ വീഡിയോയിലുണ്ട്. കണ്ടിന്യൂയിൽ പോവാം. ഇവിടെയാണ് നിങ്ങൾ അൾട്രാ ലോ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് നിങ്ങൾ ഇത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ട. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതെവിടെയാണ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്ററിൽ കോപ്പി ട്രേഡിങ്ങിൽ പോയിട്ട് ഇൻവെസ്റ്റർ ഇവിടെ കാണാം. ഓക്കെ, ഓൾറെഡി ഇൻവെസ്റ്റർ അക്കൗണ്ട് ഉള്ളവർ ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് സ്ട്രാറ്റജി ഇവിടെ സെർച്ചിൽ പോയിട്ട് മായാവി എന്ന് അടിച്ചു കൊടുത്തിട്ട് അതിൽ കോപ്പി ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇനിയാണ് നമ്മൾ അൽഗോനെ കുറിച്ച്, മായാവി TPSL അൽഗോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി 2 അൽഗോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 2 സ്ട്രാറ്റജിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് M18 എന്ന് പറയുന്ന അൽഗോ. ഓക്കെ, M18 എന്ന് പറഞ്ഞ അൽഗോ ഇതാണ്. കാണിച്ചു തരാം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ പോയി നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു കോപ്പിറൈറ്റ് പാട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്യുന്നു. സ്പീഡിൽ ഡ്രാഗ് ചെയ്യുന്നത്. ഇതിങ്ങനെ കട്ടായി പോകുന്നുണ്ട്, കണ്ടോ? കട്ടായി ഇതുണ്ടോ, ഇവിടെ കണ്ടോ, കട്ടായി പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം ക്യാഷ് ഇൻക്രീസ് ആവുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഓക്കെ, ഇതിപ്പോൾ നോക്കിയേ. ഓക്കെ, 102958. ഓക്കെ, എന്നുവെച്ചാൽ 1,02,900. ഓക്കെ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ അത്രയും 1,10,853. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഏത് M18 അൽഗോ. ഓക്കെ, അപ്പോൾ M18 അൽഗോ ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, അതാണ് അൽഗോ മായാവി CT7 അൽഗോ അതിലുള്ളത്. ഓക്കെ, CT7 ഗോൾഡ് അതാണ് M18 അൽഗോ. ഇത് TPSL അൽഗോ. TPSL അൽഗോ എന്ന് പറയുമ്പോൾ ഇതേപോലെ ആയിരിക്കും വർക്ക് ചെയ്യുക. അതിനൊരു SL ഉണ്ടാവും, ഒരു എൻട്രി പോയിൻ്റ് ഉണ്ടാവും, TP1 ഉണ്ടാവും, TP2 ഉണ്ടാവും, TP3 ഉണ്ടാവും. ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇതും അൽഗോ തന്നെയാണ്. ഓക്കെ, മാനുവൽ അൽഗോ തന്നെയാണ്. അതുകൊണ്ട് നോ ഇമോഷൻസ്, നത്തിങ്. ഓക്കെ,
അതിനൊരു ടി പി ഉണ്ടാവും, ഇതുണ്ടാവും. ഓക്കെ, ഇതാണ് അത്. ഓക്കെ, ഇത് ടി പി എസ് എൽ വെച്ചിട്ടുള്ളതിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എസ് എൽ വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഒരു 10 ട്രേഡ് എടുത്ത് നോക്കാം. 10 ട്രേഡ്. ഓക്കെ, ഈ 10 ട്രേഡിൽ 5 ട്രേഡ് എസ് എൽ അടിച്ചു നോക്കാം. എസ് എൽ ഹിറ്റായി. 5 ട്രേഡ് നമുക്ക് ടി പി കിട്ടി. ടി പി ഹിറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. അതാണ് എസ് എൽ വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 അൽഗോ ആണ്, 2 ഇതാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കുറച്ച് 2-3 ദിവസം പിടിക്കും. ഇന്നല്ല നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യല്ല. ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ 4 ഡേയ്സ് പിടിക്കും. ഓക്കെ, ഇന്നിപ്പോൾ 21st. ഓക്കെ, 21st ആണെന്ന്. മൺഡേ അല്ല, നെക്സ്റ്റ് വീക്കിൽ. ഇത് 21st മാർച്ച് 2026 ആണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. 2026 മാർച്ച് 21 അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്കത് അതിന് ശേഷം നിങ്ങൾക്ക് കോപ്പി ട്രേഡിംഗ് അതിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വരും. ആ സമയത്ത് നിങ്ങൾക്കത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ പോവുക MyVFX നിങ്ങൾ മറ്റേ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ വീഡിയോൻ്റെ ലിങ്കിലുണ്ടാവും, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം പിന്നീടിൽ പോവുക. പിന്നീട് മെസ്സേജ് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഇത് അവിടെ സപ്പോർട്ട് ടീമുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ടീമിന് മെസ്സേജ് അയക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, വളരെ എളുപ്പമുള്ള വളരെ കാര്യങ്ങളുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. മെസ്സേജ് അയച്ച പാടത്തിന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടണമെന്നില്ല. വെയിറ്റ് ചെയ്യണം. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, അവർക്കൊക്കെ റിപ്ലൈ കൊടുത്ത് നിങ്ങളുടെ ഒരു ഇത് എത്തുമ്പോൾ നിങ്ങൾക്കും റിപ്ലൈ കിട്ടും. ഓക്കെ, പ്ലീസ്. ഓക്കെ, താങ്ക് യു.